ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു വെറുതെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളകും കുടംപുളിയൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വെച്ചിരുന്നല്ലോ. അപ്പോൾ നമുക്കത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴും ഞാനും കൂടി പോകുന്നില്ലേ, നമുക്ക് മുകളിലേക്ക് പോവാം. വീഴണ്ടേട്ടാ. നമ്മൾ ഡോറ് തുറന്നിട്ട് നല്ല വെയിലിട്ടോ. നമ്മുടെ കുരുമുളകും കുടംപുളിയൊക്കെ ഉണങ്ങി ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ കുടംപുളി എടുത്ത് വയ്ക്കണോ? കുടംപുളി എടുത്ത് വയ്ക്കാണ്. ഞാനിവിടെ കുരുമുളക് ഉണക്കിയത് എടുത്ത് വയ്ക്കണം കേട്ടോ. കളയാതെ എടുത്ത് വയ്ക്കിട്ടാവും ഞാൻ. ഇതന്ന് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുരുമുളക് പറിക്കുന്നത്. ആ കുരുമുളക് ഉണക്കിയതാണ് കേട്ടോ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഞങ്ങളിതൊക്കെ എടുത്ത് വെച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ കുടംപുളിയും കുരുമുളകും നമ്മളെടുത്ത് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം വീട്ടിലുണ്ടായ കുരുമുളക് ഉണക്കി വെച്ചിട്ട് ഇതാ ഒരു പോട്ടിൽ നിറച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കുടംപുളി ഇട്ടിട്ടുണ്ട്. നമുക്ക് താഴേക്ക് പോവാം. അപ്പോൾ അതിന് ശേഷം കുരുമുളകും കുടംപുളിയും കൊടുന്ന് കുപ്പിയിലാക്കിയ ശേഷം കുറച്ച് ഇരുമ്പാമ്പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോള് എന്നെ സഹായിക്കുന്നു കേട്ടോ കഴുകാനായിട്ട്. മുതലെടുക്കാം കേട്ടോ. ഇനി ഞങ്ങളിത് കഴുകിയെടുത്തിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിത് കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് വരാം കേട്ടോ. അതിൽ വെച്ചൊക്കെ ഇരുമ്പുളി എങ്ങനെയുണ്ട്? പുളിയുണ്ടാ? പുളി വെയിലത്തിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഓലയുണ്ട് കേട്ടോ ചീന്താനായിട്ട്, ചൂല് ചീന്താനായിട്ട്. ഓലയൊക്കെ കുറവാണ്. ഇപ്പോൾ കിട്ടിയ സമയത്ത് നമുക്ക് കുറച്ച് ചൂലിന് വേണ്ടിയിട്ട് നമുക്ക് ഓല എടുത്തിട്ട് ചീന്താന്ന് വിചാരിച്ചു. ഞങ്ങൾ മോൾക്കും എനിക്കാണ് കേട്ടോ പലക കൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് അവിടെ ഇരുന്നിട്ട് ഓല ചീന്തിയിട്ട് വരട്ടെ കേട്ടോ. മോലയും ചൂലും കിട്ടാനൊക്കെ പ്രയാസമാണ്. പൈസ കൊടുത്തിട്ടൊക്കെയാണ് ഇതൊക്കെ ചൂലൊക്കെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയായിരുന്നു. ഇപ്പോഴൊക്കെ കുറവാണ്, ഓല കിട്ടലൊക്കെ കുറവാണ്. കിട്ടുന്ന സമയത്ത് ഞാൻ കുറച്ചൊക്കെ ചൂല് ചീന്തി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മോളത് അവിടെ ഇരുന്ന് കഴിഞ്ഞു. അപ്പോൾ ഞാനിനി തീർക്കിലുണ്ടാക്കാൻ തുടങ്ങട്ടെ കേട്ടോ. ചൂല് ചീന്തിയിട്ട് മോളുടെ കയ്യിൽ ഇത് അത്രയും ഇറുക്കിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, ഇത്രയും ഇറുക്കിൽ കിട്ടിയിട്ടുണ്ട്. ഒരു പട്ട വെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും ഇറുക്കിലായിട്ടാണ് കിട്ടുന്നത്. ബാക്കിയുള്ള നമുക്ക് തീ കത്തിക്കാൻ ഉപയോഗിക്കാം കേട്ടോ. ഈ ഓലയൊക്കെ ഓല ഇത്രയും ഓല കുറേ കേടുള്ള ഓലയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേൻ്റെ കിട്ടിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയ ചെറിയ വീട്ടിലെ വിശേഷങ്ങളുമായി ഇനി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബായ്. ബായ് പറയുന്നു.